ഇപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവില്ലേ, ബിബിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആ ഒരു കൂട്ടുകെട്ടിന് എന്ന് വരും, എന്ന് തിരിച്ചു വരും? ഞങ്ങള് ശ്രമിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഏതെങ്കിലും ഒരു നിങ്ങൾ രണ്ടുപേരും സിനിമ അഭിനയത്തിൽ വളരെ ഫോക്കസ്ഡ് ആണ്, കോൺസെൻട്രേറ്റഡ് ആണ്. അത് വെറുതെ ടോട്ടലി അങ്ങനെ ഒരു വർത്താനമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അഭിനയിക്കാൻ പോയതുകൊണ്ടാണ് ഞങ്ങളുടെ എഴുത്ത് നിന്ന് പോയതെന്ന് അല്ലേ? ആക്ച്വലി 2 സ്ക്രിപ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. 2 സ്ക്രിപ്റ്റിനും ആളിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പരക്കം പാച്ചിലാണ്. തനിക്കറിയാലോ ഇപ്പൊ ഭയങ്കരമായിട്ട് ആർട്ടിസ്റ്റുകൾ ആളുകൾ കുറഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നടക്കാത്തതാണ്. പിന്നെ അതിന്റെ ഇടയിൽ നമുക്ക് കുടുംബം ഉണ്ടല്ലോ, ആ കുടുംബം നോക്കണമെങ്കിൽ എഴുത്തും കൊണ്ട് നടക്കൂല. മനസ്സിലായില്ലേ? വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നമ്മളൊരു പഴം എഴുതാനിരിക്കണമെങ്കിൽ ഇരുന്ന് എഴുതി അത് 5-6 മാസം കൊണ്ട് പൂർത്തിയാക്കി പിന്നെ അതിന്റെ പുറകെ നടന്ന് അവരുടെ ഡേറ്റും കിട്ടി നമ്മൾ സിനിമയിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും നമ്മുടെ കുടുംബം പിന്നെ ബാക്കിയുള്ളൊരു ലൂപ്പിലാണ്. അവസരം ഇല്ലാത്തോണ്ട് പ്രശസ്തി ഇല്ല, പ്രശസ്തി ഇല്ലാത്തോണ്ട് അവസരം ഇല്ല എന്ന് പറഞ്ഞ ലൂപ്പ് ഉണ്ടല്ലോ. ഞാനൊക്കെ ലൂപ്പിലാണ് പറയുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ അതന്നെ. അത് ശരിയാണ്. പക്ഷെ ഈ പറയുന്ന അവസരം എന്നുള്ള സാധനം നമ്മൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കലാണ്, എന്നാലേ പ്രശസ്തി വരുള്ളൂ. എന്ത് ചെയ്യൂടാ, അത് ബേസിക് ഒരു കാര്യമല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം ഫോർ എക്സാമ്പിൾ ബിപിൻ എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് ഒരാൾ കഥ പറയാൻ വരുമ്പോൾ ബിപിൻ അറ്റ്ലീസ്റ്റ് കേൾക്കാൻ തയ്യാറാണ്. ബിപിൻ വിൽ ബി ലൈക്ക് ബ്രോ ഞാനിതിപ്പോ ചെയ്യുന്നില്ല എന്നുള്ളൊരു സാധനം ബിപിന്റെ സൈഡിൽ നിന്ന് ബിപിൻ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളത് അങ്ങനെയല്ലല്ലോ.